തമിഴ്നാട്ടിലെ ബസന്ത് നഗർ ബീച്ചിലെത്തുന്ന സഞ്ചാരികൾക്ക് മുന്നറിയിപ്പുമായി സമുദ്ര ഗവേഷകർ. കാണുമ്പോൾ ആകർഷകമായ വിഷമുള്ള ഒരു കടൽ ജീവിയെക്കുറിച്ചാണ് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നത്. ബ്ലൂ ഡ്രാഗൺസ് എന്ന കടൽ പുഴുക്കളെക്കുറിച്ചാണ് മുന്നറിയിപ്പ്. ഗ്ലോക്കസ് അറ്റ്ലാന്റിക്കസ് എന്ന ശാസ്ത്രീയ നാമമുള്ള ഈ നീല ഡ്രാഗണുകളുടെ കുത്തേൽക്കുന്നത് കുട്ടികൾക്കും പ്രായമായവർക്കും ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് മുന്നറിയിപ്പിലുള്ളത്. സാധാരണഗതിയിൽ പുറംകടലിൽ കാണാറുള്ള ഇവയെ അടുത്തിടെയാണ് ബസന്ത് നഗറിലെ കടൽ തീരത്ത് കണ്ടെത്തിയത്. കൊടുങ്കാറ്റോ കനത്ത മഴ തുടങ്ങിയ പ്രതിഭാസങ്ങളെയോ തുടർന്നാവാം ഇവ കടൽ തീരത്തേക്ക് എത്തിയതെന്നാണ് നിരീക്ഷണം. ഗുരുതരമായ വിഷമുള്ള ഇവയുടെ കുത്തേൽക്കുന്നത് മാരകമായ വേദനയ്ക്കും മറ്റ് ബുദ്ധിമുട്ടുകൾക്കും കാരണമാകുമെന്നാണ് ഗവേഷകർ വിശദമാക്കുന്നത്. എൻവിറോൺമെന്റ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയിലെ ശ്രീവത്സൻ റാംകുമാറാണ് തീരമേഖലയിൽ നീല ഡ്രാഗണുകളെ കണ്ടെത്തിയത്. ഞായറാഴ്ച രാവിലെയാണ് 50ഓളം നീല ഡ്രാഗണുകളെ ബസന്ത് നഗറിലെ തകർന്ന പാലത്തിന് സമീപത്തായി കണ്ടെത്തിയത്. ഭൂരിഭാഗം നീല ഡ്രാഗണുകൾ ജീവനോട് കൂടിയവയാണെന്നാണ് ശ്രീവത്സൻ റാംകുമാർ പ്രാദേശിക മാധ്യമങ്ങളോട് വിശദമാക്കുന്നത്. ഇതിനു പിന്നാലെ മൃഗാവകാശ പ്രവർത്തകനായ ശ്രവൺ കൃഷ്ണൻ ഇവയെ അടയാർ ഭാഗത്ത് കണ്ടെത്തിയിരുന്നു. തിങ്കളാഴ്ച വൈകുന്നേരമാണ് ഇവയെ കണ്ടെത്തിയത്. സമുദ്രജലത്തിൽ തലകീഴായി കിടക്കുന്ന ഇവയുടെ ചലനത്തിന് സഹായിക്കുന്നത് സമുദ്രജല പ്രവാഹങ്ങളാണ്. പൂർണ്ണ വളർച്ചയെത്തിയ നീല ഡ്രാഗണ് ശരാശരി 3 സെന്റിമീറ്റർ വരെയാണ് നീളമുണ്ടാവുക. അനുകൂല കാലാവസ്ഥയിൽ 1 വർഷത്തോളമാണ് ഇവയുടെ ആയുർദൈർഘ്യം. ഇവ ഇരകളാക്കുന്ന ചെറുജീവികളായ പോർച്ചുഗീസ് മെനോഫാർ എന്നിവയടക്കമുള്ളവയാണ് നീല ഡ്രാഗണുകൾക്ക് വിഷം നൽകുന്നത്. കുത്തേറ്റ ഭാഗത്ത് അതികഠിനമായ വേദന, തലകറക്കം, ഛർദി, അലർജി, ചുവന്നു തടിക്കൽ, ശരീരം കറുത്തു തടിക്കുക അടക്കമുള്ളവ ഇവയുടെ കുത്തേൽക്കുമ്പോൾ അനുഭവപ്പെടാറുണ്ട്. CMFRIയിലെ ശാസ്ത്രജ്ഞനായിരുന്ന ജോ ജെ ഇവയെ നേരത്തെ കോവളം തീരത്ത് കണ്ടെത്തിയിരുന്നു. കടലിൽ ഇറങ്ങുന്നവർ ഇവയെ തൊടാൻ ശ്രമിക്കരുതെന്നാണ് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നത്.